ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അമീനാസ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു കുട്ടി ഈവനിങ് ഫാമിലി വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ മഴ പെയ്യുന്നത്. ഇതുവരെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര മഴ. ഞങ്ങൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് ചുമയായിട്ട്. അപ്പോൾ കഴിഞ്ഞ ഫാമിലി വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പനിയാണെന്നുള്ള കാര്യം. അപ്പോൾ അതിന് പോകാൻ 4:30 ആയപ്പോഴേ റെഡി ആയി നിൽക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ 5 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ. നല്ല മഴയായിരുന്നു. മഴ തോരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു, ഒന്ന് തോർന്നിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. ആക്ച്വലി ട്രിവാൻഡ്രം വരെ പോകാനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മഴ എങ്ങനെയാണുള്ളത്. ഒന്ന് മഴ തോന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ആക്ച്വലി ഇപ്പോൾ കണ്ണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പനയൻകീഴ് വഴി നെട്ട വഴിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ട്രിവാൻഡ്രത്തേക്ക്. മോൻ്റെ ഇവിടെ ഇങ്ങനെ കാർ സീറ്റൊക്കെ തിരിഞ്ഞ് ഇരുത്തിയിട്ടുണ്ട് ആളിനെ. പിന്നെ വഴിയിൽ വെച്ച് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ചായ കുടിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. അവനിങ്ങനെ കാർ സീറ്റ് ആക്ച്വലി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കാർ സീറ്റാണ്. ആളതിൽ ഇരുന്നോളും. ഇപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഉറങ്ങത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ അതിനകത്തിരുന്ന് കംഫർട്ടബിളായിട്ട് ആൾ ഉറങ്ങിക്കോളും. ഇങ്ങനെയെങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്ന് ചിലുങ്ങും. പക്ഷേ രാവിലെയാണ് യാത്രയെങ്കിൽ ആൾ കാഴ്ചയൊക്കെ കണ്ടിരുന്നോളും. നല്ല കംഫർട്ടബിളാണ് ഈ കാർ സീറ്റ്. R4 റാബിറ്റ് കമ്പനിയാണ്. അപ്പോൾ എന്തെങ്കിലും കാർ സീറ്റിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷനോ ഞാനൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ആരും കമൻറ്റ് ചെയ്യുക താഴെ. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മോനിപ്പോൾ 1 വയസ്സായി. നല്ല കംഫർട്ടബിളായിട്ടാണ് അവൻ ആ കാർ സീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ കാഴ്ച കണ്ട് അവൻ പതുക്കെ അങ്ങ് ഉറങ്ങിക്കോളും. പക്ഷേ രാത്രിയാണെങ്കിൽ അത് പോസിബിൾ അല്ല. രാത്രിയാകുമ്പോൾ ആളെന്തോ അധികം വെളിച്ചമില്ലാത്തതുകൊണ്ട് ആളിന് അതിനകത്ത് അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് വലിയൊരു പാട് വരില്ല. അവനും കംഫർട്ടബിളായിട്ട് ഇരുന്നോളും. വലിയ കുലുക്കമൊന്നുമില്ല. നല്ല കംഫർട്ടബിളാണ് ആ സീറ്റിങ്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പം പോകുന്ന വഴി ആക്ച്വലി നെട്ട വഴിയാണ് ഞങ്ങൾ പോണത്. നെട്ട ആ ഒരു ഡാമൊക്കെ ഉണ്ട്, നെട്ട ഡാം. ഞങ്ങൾ കുലശേഖരത്തെ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നെട്ട ഡാം വഴി മലയൻകീഴ്, പാപ്പനംകോട്, കരമന, ആറ്റുകാൽ അങ്ങനെയാണ് പോണത്. ആക്ച്വലി മണക്കാടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല റബ്ബറും ഡാമിൻ്റെ വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം വീഡിയോയിൽ. നല്ല ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. മഴയും കൂടെ പെയ്തത് കാരണം ഇപ്പോൾ ആക്ച്വലി ഭയങ്കര ഭംഗിയായിരുന്നു ഇന്നലെ അതുവഴി പോകാൻ. സാറ്റർഡേ പോയപ്പോൾ നല്ല വ്യൂസായിരുന്നു ആക്ച്വലി. പക്ഷേ പിന്നെ ഡാമിൽ വെള്ളം കുറവാണ്. ഇത്രയും നാൾ നല്ല വരണ്ട കാലാവസ്ഥയായിരുന്നല്ലോ. നല്ല വെയിലായത് കാരണം ഇപ്പോൾ ഡാമിൽ വെള്ളം കുറവാണ്. പക്ഷേ എങ്കിലും നല്ലതായിരുന്നു അതുവഴി പോകാൻ. പിന്നെ ഇവൻ അപ്പോഴത്തേക്കും ഉറങ്ങി. ഇതിപ്പോൾ കുറച്ച് ദൂരേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ആൾ ഉറങ്ങി. കാരണം ആളിന് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ട് ആ നിന്നൊരു സമയമുണ്ടല്ലോ, 3:30 റെഡിയായിട്ട് പോകാൻ പറ്റാണ്ട് ഞങ്ങൾ ആ നിന്ന സമയത്ത് ഞങ്ങളവന് ഫുഡ് കൊടുത്തു. അപ്പോൾ ആൾ കാറ് കയറിയ ഉടനെ ആൾ പതുക്കെ നന്നായിട്ട് മയങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എവിടെ നിർത്താൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ. ഇറങ്ങി വീഡിയോ എടുക്കാൻ നടന്നില്ല. അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല പോകാൻ നല്ല സ്ഥലമാണ്. നമ്മളല്ലാണ്ടൊക്കെ പോവുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് അല്ലാതെ പോകാൻ കുറേ വഴിയുണ്ട്. കുലശേഖരത്തു നിന്ന് നമുക്ക് മാർത്താണ്ഡം വഴി, ബാലരാമപുരം അങ്ങനെ ഹൈവേ കയറിയൊക്കെ പോകാം. പക്ഷേ ഇതാണെങ്കിൽ കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്. കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാനുണ്ട്. കാരണം ഇടയ്ക്ക് കുരങ്ങിനെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതുപോലെ ട്രാഫിക്കും കുറവാണ്, പൊടിയൊക്കെ കുറവായിരിക്കും. അപ്പം ഞങ്ങൾ കൂടുതൽ ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ചിലപ്പോൾ ഇറങ്ങി ഇങ്ങനെ വ്യൂസൊക്കെ കണ്ടു നിന്നിട്ടാണ് പോണേ. നല്ല ഭംഗിയാണ് കാണാൻ. ആക്ച്വലി ഈ ഫോട്ടോയിൽ അത്രയും ഭംഗി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും സുന്ദരമായിട്ടാണ് നമ്മളെ കാഴ്ച കാണണേ. വീണ്ടും പോയപ്പോൾ അപ്പോയിൻമെൻറ്റ് ആക്ച്വലി 10 ടോക്കൺ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ ഒരു 6:30 വരുള്ളൂ. ഞങ്ങളത് കാൽക്കുലേറ്റ് ചെയ്താണ് പോയത്. അതുപോലെ പോകുന്ന റോഡ് നല്ല ഭംഗിയാണ്. റോഡ് ഭംഗിയെന്ന് മാത്രമല്ല നല്ല സൗകര്യമാണ്. നന്നായിട്ട് ടാറിട്ടിട്ട് അധികം ഗട്ടറൊന്നുമില്ല. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. വണ്ടികൾ വരുന്നതും കുറവാണ്. അപ്പോൾ നമുക്ക് ഇത്ര എന്താ പറയുക, കുഞ്ഞിന് കുഴപ്പമില്ലാത്തത് അധികം ബ്രേക്ക് പിടിക്കുക അങ്ങനെയൊന്നും വേണ്ടി വരില്ല. ഒരു ഇതിൽ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. ഞങ്ങളങ്ങ് എത്തിയപ്പോൾ ഞാൻ ആക്ച്വലി പറയണം, ഡോക്ടർ വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങളങ്ങ് എത്തിയപ്പോൾ തന്നെ 7:30 ആയി.
അപ്പോൾ അത് വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അവിടെ കയറിയപ്പോൾ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് കുറവാണ്. അവൻ ഉറങ്ങി, അതുവരെ ഉറങ്ങിയൊക്കെയാണ് എണീറ്റിട്ട് അവൻ അടങ്ങിയിരിക്കുന്നത് കുറവാണ്. അപ്പോൾ അവനൊരു ടിഷ്യൂ പേപ്പർ കൊടുത്തു. അവിടുത്തെ വെയിറ്റേഴ്സ് വന്ന് ടിഷ്യൂ പേപ്പർ ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബുർജൽ മന്തി എന്ന് പറഞ്ഞിട്ട് ഈ സ്പോട്ടുള്ളൊരു ഷോപ്പിലാണ് കയറിയത്. നല്ലതായിരുന്നു മന്തി, അടിപൊളി മന്തിയായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കുറേ നാളായിട്ട് കയറണം എന്ന് ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു, പക്ഷേ ഇതുവരെ ഞങ്ങൾക്കത് പറ്റിയിട്ടില്ല. എന്ന് വന്നാലും അവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര റഷാണ് അവിടെ. അതുപോലെ അവിടുത്തെ വെയിറ്റേഴ്സൊക്കെ നല്ലതായിരുന്നു, അതായത് അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കുഞ്ഞുണ്ടായിരുന്നെങ്കിലും അവനെ എൻഗേജ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവർ കൊണ്ട് തന്നു. ഇതുപോലെ അവനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് കൊടുത്തു, പൊട്ടാത്ത. അപ്പോൾ അവനതിൽ ചോറും കുറച്ച് കുക്കുംബേഴ്സും ഒക്കെ ഇട്ടിട്ട് അവനത് ഇങ്ങനെ കളിച്ച് നിൽക്കുമായിരുന്നു. അവനിപ്പോൾ ഒരു സ്വഭാവമുണ്ട്, ഇതുപോലെ നമ്മുടെ വായിൽ അവൻ ഫുഡ് വെച്ച് തരും. അങ്ങനെ അവൻ കളിച്ച് നിന്നു, അതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ തിരിച്ച് ഡോക്ടറെ കാണാൻ വന്ന് വീണ്ടും വെയിറ്റിംഗ് റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഇരിക്കണേ. ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ആൾ പപ്പയുടെ കൂടെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്കത്ര ഭയങ്കര പ്രശ്നമില്ല. അവിടുന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോൾ 10:30 പിന്നെ മോൻ കാറ് നന്നായിട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരു 12:30. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോ. ഓക്കെ, ബൈ.